ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് ഒഴിവാക്കാനാകാത്തതാണ് വഞ്ചിയും വഞ്ചിപ്പാട്ടും. വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ് തുഴയുടെ താളം, തുഴത്താളമാണ് കുട്ടനാടിൻ്റെ സ്പന്ദനം. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കർഷകരുടെ നാടാണ് കുട്ടനാട്. വഞ്ചിപ്പാട്ടിന്റെ ഈണവും നാടൻ പാട്ടിന്റെ താളവും അതൊക്കെയാണ് കുട്ടനാടിന്റെ സ്പന്ദനം എന്ന് പറയുന്നത്. വള്ളംകളി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാണ്. ഈ വഞ്ചിപ്പാട്ടൊന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വള്ളംകളിയും കുട്ടനാട്ടുകാർക്ക് അല്ലെങ്കിൽ ജലോത്സവ പ്രേമികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമുക്ക് വഞ്ചിപ്പാട്ട് പാടിത്തരാനായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഒരു കുട്ടിക്കൂട്ടമാണ്. നമുക്ക് അവരുടെ വഞ്ചിപ്പാട്ട് കാണാം. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? അംബേദ്കർ മെമ്മോറിയൽ, പുന്നപ്പുറം. സാധാരണ നമുക്കിവിടെ വഞ്ചിപ്പാട്ട് മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ ജലമേളയോടൊക്കെ അനുബന്ധിച്ച് വഞ്ചിപ്പാട്ട് മത്സരമൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ ആ ഒരു ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വഞ്ചിപ്പാട്ട് മത്സരമൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നെഹ്റു ട്രോഫിയാണ് ഇത്തവണത്തേത്. എങ്കിലും ആഘോഷങ്ങളുടെ പകിട്ട് ഒട്ടും കുറയുന്നില്ല. നമുക്ക് വഞ്ചിപ്പാട്ടിലേക്ക് പോകാം അല്ലേ? ഓക്കെ, തുടങ്ങാം.
താളത്തിൽ പാളയം കെട്ടി ആ തകതൈ തകതൈ തകതകതോ തകതി വിത്തകതൈ തകതി കുതൈ. ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ കുട്ടനാടിന്റെ ആവേശമാണ് നമ്മളിപ്പോൾ ഈ വഞ്ചിപ്പാട്ടായിട്ട് കണ്ടത്. എത്ര സമയമെടുത്താണ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തത്? ഞങ്ങള് ഇത് 3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ അവതരിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ സ്റ്റേറ്റ് 2 വട്ടം. എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ട്രൂപ്പില്? ഞങ്ങൾ 10 പേര്. 10 പേര്. ആരെ പഠിപ്പിക്കുന്നത്? ഞങ്ങളെ ആദ്യം 2 സാറാണ് പഠിപ്പിച്ചത് ഇവിടെ ഉള്ള. പിന്നെ അവരെ വിളിച്ചില്ല. ഞങ്ങൾ 2 വട്ടം ഞങ്ങൾ ഇത് തന്നെ പഠിക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഏത് പാട്ടാണ് പാടിയത്? ഞങ്ങൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യരുടെ അതിലൊരു ഭാഗമാണ് പാടിയത്. അപ്പം നമുക്ക് ഈ വഞ്ചിപ്പാട്ട് പാടിത്തന്ന കൊച്ചു കൂട്ടുകാരോടൊപ്പമാണ് നമ്മൾ ഇത്രയും സമയം ചിലവഴിച്ചത്. ഇനി മറ്റൊരു കാഴ്ചകളുമായി വീണ്ടും മടങ്ങിയെത്താം.